2024 ഓഗസ്റ്റ് 5 ബംഗ്ലാദേശിൽ പൊടുന്നനെ ഭരണവിരുദ്ധ ജനരോഷം ആരോപിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ഒടുവിൽ രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ദീർഘമായ മൗനത്തിലായിരുന്നു. കൃത്യം 2 വർഷത്തിന് ശേഷം ന്യൂഡൽഹിയിൽ നിന്ന് വെർച്വൽ പ്ലാറ്റ്ഫോം വഴി നടത്തിയ ആദ്യ പ്രസ് മീറ്റ് അന്താരാഷ്ട്ര തലത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയൊരു ചർച്ചയായി മാറിക്കഴിഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ ദിവസം തന്നെ അവർ തിരഞ്ഞെടുത്തത്? ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവ് പ്രഖ്യാപനം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ പുതിയ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുമോ? ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതോടെ ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തിലേറെ നീണ്ട ഭരണത്തിന് വിരാമമായി. പ്രക്ഷോഭം അക്രമാസക്തമായതോടെ അവർ രാജിവെച്ച് ഇന്ത്യയിലേക്കെത്തി. അതിനുശേഷം പൊതുവേദിയിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇതാദ്യമായാണ്. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന 78-കാരിയായ ഷെയ്ഖ് ഹസീന ദില്ലിയിലെ ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് ഓഫ് സൗത്ത് ഏഷ്യ സംഘടിപ്പിച്ച വെർച്വൽ പരിപാടിയിലൂടെയാണ് മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ചത്. 2024 ഓഗസ്റ്റ് 5 വലിയ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് രാജ്യം വിടേണ്ടി വന്ന ശേഷം അവർ നേരിട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ഇതാദ്യമാണ്. വെർച്വൽ വാർത്താസമ്മേളനത്തിൽ താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങിവരുമെന്നുള്ള ഹസീനയുടെ പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനം. മടങ്ങിയെത്തിയാൽ അറസ്റ്റ് ചെയ്യുകയോ കൊല്ലുകയോ ചെയ്തേക്കാമെന്നും അറിയാമെന്നും, എങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള കടമ ഉപേക്ഷിക്കില്ലെന്നും അവർ പറഞ്ഞു. സ്വന്തം പാർട്ടിയായ അവാമി ലീഗിന് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്ന് ഹസീന ആവശ്യപ്പെട്ടു. തനിക്കെതിരായ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപിച്ചു. നിലവിലെ ഭരണകൂടം രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും പിന്നോട്ടടിച്ചുവെന്നും ഹസീന വിമർശിച്ചു. തന്റെ ഭരണകാലത്ത് രാജ്യത്തുണ്ടായ അട്ടിമറികളെക്കുറിച്ചും 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ഹസീന ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതൊരു സമാധാനപരമായ വിദ്യാർത്ഥി മുന്നേറ്റമായിരുന്നില്ലെന്നും ഭരണമാറ്റം ലക്ഷ്യമിട്ട് ചില സംഘടിത ശക്തികൾ അതിനെ അട്ടിമറി ഉപകരണമാക്കി മാറ്റുകയായിരുന്നുവെന്നുമാണ് അവർ ആരോപിച്ചത്. അന്നത്തെ ഇടക്കാല സർക്കാരിൻ്റെ പ്രധാനിയായ മുഹമ്മദ് യൂനൂസിൻ്റെ പ്രസ്താവനകൾ പോലും ഇതിന് തെളിവാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. 1971 രക്തസാക്ഷിത്വത്തിലൂടെ കെട്ടിപ്പടുത്ത ബംഗ്ലാദേശ് അല്ല ഇന്നുള്ളതെന്നും ഷെയ്ഖ് മുബീബുർ റഹ്മാന്റെ ചരിത്രത്തെ പോലും തുടച്ചു നീക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ ആരോപിച്ചു. ഈ തീയതിക്ക് പിന്നിലൊരു വലിയ രാഷ്ട്രീയ പ്രത്യേകതയുണ്ട്. 2024 ഓഗസ്റ്റ് 5 ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടത്. അതേ ദിവസത്തിന്റെ 2ാം വാർഷികത്തിൽ പൊതുരംഗത്ത് തിരിച്ചെത്തിയത് യാദൃശ്ചികമല്ല. ഇത് തന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിന്റെ തുടക്കമെന്ന സന്ദേശം നൽകാനാണ് ഈ സമയക്രമമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഈ പത്രസമ്മേളനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവരുടെ തിരിച്ചുവരവ് പ്രഖ്യാപനം തന്നെയാണ്. ഈ വർഷം ഡിസംബറോടെ താൻ ധാക്കയിലേക്ക് മടങ്ങുമെന്നാണ് ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ അവാമി ലീഗ് ഭരണകൂടത്തിനെതിരായ നടപടികളുടെ പേരിൽ ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ അവർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മടങ്ങിപ്പോക്ക് പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ ബംഗ്ലാദേശ് ഭരണകൂടം ഈ വാർത്താ സമ്മേളനത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. ഹസീനയുടെ പ്രസംഗം ഇന്ത്യയിൽ നടക്കുന്നത് ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്ന് അവർ ഇന്ത്യയെ അറിയിച്ചു. അതേസമയം ഈ സംഭവ വികാസങ്ങളിൽ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് അതീവ ശ്രദ്ധേയമാണ്. ഇതൊരു സ്വകാര്യ മാധ്യമ സംഘടനയുടെ പരിപാടി മാത്രമാണെന്നും ഇതിൽ ഇന്ത്യൻ സർക്കാരിന് യാതൊരു പങ്കുമില്ലെന്നും അവിടെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളോട് സർക്കാർ യോജിക്കുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രിയുടെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധത്തെ ബാധിച്ചേക്കാമെന്ന ആശങ്ക ധാക്ക നേരത്തെ തന്നെ ഇന്ത്യയെ അറിയിച്ചിരുന്നു. ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിലാണ്. ബംഗ്ലാദേശ് പലതവണ അവരെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെ അതിന് വഴങ്ങിയിട്ടില്ല. അതിനാൽ ഹസീനയുടെ സാന്നിധ്യം ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിലെ ഏറ്റവും സൂക്ഷ്മമായ വിഷയങ്ങളിലൊന്നായി തുടരുകയാണ്. ബംഗ്ലാദേശിലേക്ക് മടങ്ങിയാൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഹസീന തിരിച്ചറിയുന്നുണ്ട്. നിലവിലുള്ള കേസുകൾ നേരിടേണ്ടി വരും. രാഷ്ട്രീയ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള വലിയ വെല്ലുവിളിയാവും നേരിടേണ്ടി വരിക. അവാമി ലീഗിനെ വീണ്ടും സജീവമാക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്നും അറിയില്ല. അതേസമയം ഹസീനയ്ക്ക് ഇപ്പോഴും രാജ്യത്തിനകത്തും പ്രവാസി ബംഗ്ലാദേശികളുടെ ഇടയിലും പിന്തുണയുള്ള ഒരു വിഭാഗമുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഈ വെർച്വൽ സമ്മേളനത്തിൽ ഹസീനയോടൊപ്പം അവരുടെ മകൻ സജീവ് വാജേദ് ജോയിയും ചില അവാമി ലീഗ് നേതാക്കളും പങ്കെടുത്തു. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് സജീവ് വാജേദ് ജോയി ഉന്നയിച്ചത്.
കൂടാതെ 2024 പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകൾ സംബന്ധിച്ചും അദ്ദേഹം സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ബംഗ്ലാദേശ് ഇന്ത്യയുടെ പ്രധാന അയൽരാജ്യമാണ്. അതിർത്തി സുരക്ഷ, വ്യാപാരം, വടക്കുകിഴക്കൻ ഇന്ത്യയുമായുള്ള ബന്ധം, പ്രാദേശിക സുരക്ഷ, ചൈനയുടെ സ്വാധീനം ഇതെല്ലാം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സ്ഥിരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ആഭ്യന്തര വിഷയമെന്നതിലുപരി ദക്ഷിണേന്ത്യൻ ഭൗമരാഷ്ട്രീയത്തെയും സ്വാധീനിക്കാനിടയുള്ള സംഭവ വികാസമാണ്. 2 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഷെയ്ഖ് ഹസീന വീണ്ടും സംസാരിച്ചിരിക്കുകയാണ്. അതൊരു സാധാരണ വാർത്താസമ്മേളനമായിരുന്നില്ല. ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരാനുള്ള പ്രഖ്യാപനവും തൻ്റെ രാഷ്ട്രീയ പുനഃപ്രവേശനത്തിൻ്റെ സൂചനയും കൂടിയായിരുന്നു. എന്നാൽ നിർണായക ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഹസീനയ്ക്ക് ശരിക്കും ബംഗ്ലാദേശിലേക്ക് മടങ്ങാനാകുമോ? മടങ്ങിയാൽ അത് അവരുടെ രാഷ്ട്രീയ തിരിച്ചുവരവാകുമോ? അതോ പുതിയ നിയമ പോരാട്ടത്തിൻ്റെ തുടക്കമോ? ഇതിന് ഉത്തരം നൽകുക വരും മാസങ്ങളിലെ ബംഗ്ലാദേശ് രാഷ്ട്രീയമാണ്.